ഒരു കമ്പനി തുടങ്ങാൻ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടന്നത് തന്നെ. കാരണം അത് ഈസിയാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് വേണ്ടത് കോൺഫിഡൻസ് ആണ്. പിന്നെ നമുക്കൊരു ഐഡിയ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ട ഒരു ഐഡിയ വേണം. അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് ആദ്യം വേണം. എന്നിട്ട് നമ്മൾ കമ്പനി തുടങ്ങാം. ആദ്യം നമ്മൾ മാനേജർ, നമ്മൾ തന്നെ വർക്കർ, നമ്മൾ തന്നെ പ്യൂണ്, നമ്മൾ തന്നെ സ്വീപ്പർ, അതുപോലെ നമ്മൾ തന്നെ എല്ലാം, സെക്യൂരിറ്റി ആണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ. ആദ്യം നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ആദ്യം നമ്മൾ വർക്ക് തുടങ്ങുക, അങ്ങനെ കമ്പനി ഉണ്ടാക്കുക, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നോട്ട് ഒന്നും ചിന്തിക്കാൻ പാടില്ല കേട്ടോ. പിന്നോട്ട് അതിൻ്റെ നെഗറ്റീവ് ഒന്നും ചിന്തിക്കരുത്, ഒക്കെ പോസിറ്റീവ് ചിന്തിച്ച് നമ്മൾക്ക് ഒരു ഹൈ പൊസിഷനിലെത്തും. അപ്പോൾ നമ്മൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ മനസ്സിലുള്ളൊരു പ്രോഡക്റ്റ് എനിക്ക് അത്യാവശ്യം വേണ്ടത് ഒരു കോൺഫിഡൻസാണ്. അതിന് എൻ്റെ ഈ പല്ലിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ ചിന്തിച്ച് ഉണ്ടാക്കിയത് ഈ കോൺകേവ് ലെൻസില്ലേ, അതേ ആകൃതിയിൽ ഞാൻ ചെറിയ പീസ് തെർമോക്കോൾ വെട്ടിയിട്ട് അതങ്ങനെ ഫിറ്റ് ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ ഇടയിലേക്ക് ഫിറ്റ് ചെയ്യുക. അപ്പോൾ അത് അവിടെ ഫിക്സ് ആയി നിന്നോളും. അത് യൂസ് ആൻഡ് ത്രോ. അപ്പോൾ അത് ഓരോ പാക്കറ്റ്, ഇതിപ്പോൾ അതേപോലത്തെ പാക്കറ്റിലാക്കിയിട്ട് ചെറിയ ഇത് തെർമോക്കോളിൻ്റെ പീസാക്കിയിട്ട് അങ്ങനെ പാക്കറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ അപ്പോൾ ഓരോരുത്തർ ഒരു വിടവൊന്നുമല്ല ആൾക്കാർക്ക് ഉണ്ടാവുക. ചിലർക്ക് കുറേ വിടവുകളുണ്ടാവും. അപ്പോൾ അതിലൊക്കെ 5ഉം 6 വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർ ഇഷ്ടം പോലെ പാക്കറ്റ് വാങ്ങും. തെർമോക്കോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെയാണ്. നമ്മുടെ ദുബായിലുള്ള എൻ്റെ ഗോഡൗണും ഷോറൂമൊക്കെ എൻ്റെ ഫോളോവേഴ്സിന് നന്നായിട്ട് അറിയാം. അതിൽ നിന്ന് ഇഷ്ടം പോലെ ഈ തെർമോക്കോൾ കിട്ടും. അത് കട്ട് ചെയ്യുക, അത് പീസാക്കി വെട്ടി അത് ഓരോ പാക്കറ്റാക്കിയിട്ട് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ തന്നെ സെയിൽ നടത്തുക, നമ്മൾ തന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുക. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആദ്യത്തെ സംഭവം ഉണ്ടല്ലോ, അതായത് എന്തുട്ടാ, ആദ്യം അതിൻ്റെ മെറ്റീരിയൽ വാങ്ങൂലേ, ആ മെറ്റീരിയൽ ആദ്യം നമ്മൾ വാങ്ങുക, നമുക്ക് കിട്ടണം. അതും ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഈസി, അല്ലെങ്കിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ വെരി ഈസി. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളൊരു പോസിറ്റീവ് എനർജി നമ്മൾ കൈവരിച്ചിട്ട് നമ്മളങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തരെ അന്വേഷിക്കാൻ വരും. നിങ്ങളെ കമ്പനി എന്തായി, ഒരു ജോലി തരും. ജോലി ആദ്യം നമ്മളെന്താ പറയേണ്ടത്, ജോലിയൊക്കെ ഉണ്ട്, ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാം. അങ്ങനെ കുറേ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് 1 വർഷം 2 വർഷമൊക്കെ അവരെ നിർത്തുക, എന്തെങ്കിലുമൊക്കെ ഫുഡുമൊക്കെ കൊടുക്കുക. അങ്ങനെ ആക്കിയിട്ട് അവർ ജോലിക്കാരായി നിർത്തി നമുക്കൊരു സെറ്റപ്പ് ആക്കുമ്പോൾ അവർക്ക് ശമ്പളമൊക്കെ കൊടുക്കാം. നമ്മളെ കാര്യങ്ങൾ അങ്ങനെ ഇതായി പോകും. നമ്മളെ ഉദ്ദേശം നടക്കണം. അതിന് നമ്മൾ ഹാർഡ് വർക്ക് തന്നെ ചെയ്യേണ്ടി വരും. അത്ര വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉള്ളവരാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഈസിയാണ്. ഒരാളുടെ വാക്കും കേൾക്കരുത്. പലരും പലതും പറയും, എന്താ അപ്പം ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ, ഇതെന്തൊരു നിസ്സാര കാര്യം, ഇതൊക്കെ എല്ലാവർക്കും ഇതിനൊന്നും സമയമില്ല. അപ്പം എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ തെർമോക്കോൾ വെട്ടിയിട്ട് ഇങ്ങനെ ഇടയിൽ വെക്കണതാണ്. അത് ഓരോരുത്തരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമായിട്ട് പറയാം. അപ്പം ആരോടും നമ്മൾ പറയരുത്. നമ്മളെ കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ.